എൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാടൊന്നും ഹാപ്പിനെസ് ഉള്ള ലൈഫല്ല. എനിക്കത് ഓർക്കാൻ ഉള്ള ഒരു ഇഷ്ടമില്ല. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേയൊക്കെ ഫാമിലിക്ക് വേണ്ടി എൻ്റെ ലൈഫ് ജീവിച്ചു. പിന്നെ എനിക്ക് തോന്നി ഓക്കെ ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്നോടത് കാണിക്കുന്ന വലിയൊരു തെറ്റായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അടുത്താണ്, കാരണം അത്രയും കാലഘട്ടം ഞാൻ ജീവിച്ചത് ഫാമിലീസിന് വേണ്ടി തന്നെയായിരുന്നു. പിന്നെ അവരൊക്കെ ഒന്ന് ഓക്കെ ആയി സ്റ്റേബിൾ ആയതിനു ശേഷമാണ് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയത്. ഓക്കെ. ഇപ്പോൾ നമ്മളിങ്ങനൊരു അല്ലെങ്കിൽ നമ്മുടെ മാറ്റങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതാണ് വേണ്ടതെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനും അനുസരിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണറെ കിട്ടണം എന്നുള്ളതില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ആൾക്കാരും അത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. മേ ബി അവർ സഫർ ചെയ്യുന്ന ആ ഒരു രീതിയും അതിൽ ഒറ്റയ്ക്കും കൂടെ ആവുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആഷി ലൈഫിലേക്ക് എങ്ങനെയാ വന്നത്, അതുപോലെ എങ്ങനെയായിരുന്നു, ലൈക്ക് ഹൗ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ തമ്മിൽ നല്ല രണ്ടുപേരും ഒരേ ലെവലിനകത്ത് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം. ആ സമയത്ത് ആഷി ഓൾറെഡി വേറൊരു റിലേഷനിലായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ റിലേഷൻ ബ്രേക്കായി ആഷിയുടെ. അപ്പോൾ ആഷിയുടെ ആ ഒരു സ്റ്റൈലിൽ ഞാൻ ആഷി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്ന വ്യക്തികളാണ്, ഒരേ വൈബുള്ള ആൾക്കാരാണ്, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നല്ല വെൽ ഡ്രസ് ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഒരേ വൈബുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് യാത്ര ചെയ്യാം. അത് എത്രത്തോളം പോകാൻ പറ്റുമോ എന്ന് അറിയില്ല, പക്ഷെ പോകുന്ന രീതിയിൽ നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാന്ന് വിചാരിച്ച് അങ്ങനെയാണ് പിന്നെ ആഷി ഞാൻ ഒരുമിച്ചായത്. ഇപ്പം ഞാനത് ആഷിയോടും കൂടെ ചോദിക്കണം, ലൈക്ക് നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഒരാളെ ചിലപ്പോൾ, കാര്യം അവർ പല രീതിക്കും ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാരാണ്, ലൈക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എത്രയൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാലും അവരുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവണമെന്നില്ല റിയലി, അല്ലേ? കാരണം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിലേക്ക് വിളിക്കുമ്പം എന്തെങ്കിലും കൺസേൺസ് ഉണ്ടായിരുന്നോ? എങ്ങനെ അവരെ നന്നായി നോക്കണം, അങ്ങനത്തെ കുറേ ടേക്ക് കെയർ പരിപാടികൾ എടുത്തിരുന്നു? ഇങ്ങനെ ഒരു പറഞ്ഞല്ലോ, ഒരു ബ്രേക്കപ്പ് എനിക്ക് നേരത്തെ ഒരു തേപ്പെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മെയിൻ്റെ എല്ലാം ക്ലിയർ ആയി കൊണ്ടുവന്ന് പിന്നെ ജാസ്തി ഞാൻ ഒരു വൈബാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഞങ്ങൾ എത്രയൊക്കെ മുന്നോട്ട് പോകണം അത്രത്തോളം സെറ്റായിട്ട് പോകുന്നു. ഇപ്പം ദുബായിലാണ് നിങ്ങൾ സെറ്റിൽ ആയിട്ട് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ജോബ് എന്താണ്? ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട്, പെർഫ്യൂം ഷോപ്പാണ്. വേറൊരു പാർട്ട്ണർ ഉണ്ട്, നമ്മളവിടെ വർക്കിംഗ് പാർട്ട്ണർ ആയിട്ട് നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പ് നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. അപ്പൊ രണ്ടുപേരും ഇപ്പോൾ ആശയാണെങ്കിൽ അവിടെ പെർഫ്യൂംസ് മേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ പെർഫ്യൂം മേക്കറാണ്. ഞാൻ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല പെർഫ്യൂംസിനെ കുറിച്ച് റിവ്യൂ പറയാനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെയുള്ള ഇത്